നമസ്കാരം. ഇന്ന് ഓരോ ഇന്ത്യൻ പൗരനും കാത്തിരുന്ന ആ വാർത്ത കേട്ട് തന്നെയാണ് നമ്മൾ ഉണർന്നത്. പഹൽഗാമിൽ പൊലിഞ്ഞ 26 ജീവനുകൾക്ക് ഇന്ത്യ ഇന്ന് പാകിസ്ഥാനിൽ പലിശ അടക്കം ചേർത്ത് തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന കൃത്യമായി തന്നെ പാകിസ്ഥാന്റെ അടിത്തറ ഇളക്കിയുള്ള ഓപ്പറേഷനാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചർച്ച നടത്തുമ്പോൾ തിരിച്ചടിക്കും എന്നൊക്കെയായിരുന്നു ആളുകൾ കമന്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൊടുത്തപ്പോൾ കൂട്ടുപലിശയും ചേർത്താണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ 26 പേരുടെ ജീവൻ നഷ്ടമായ സംഭവം എങ്ങനെ തിരിച്ചടി കൊടുത്താലും അതിന് പകരമാവില്ല. കാര്യം അത് വീണ്ടെടുക്കാൻ കഴിയില്ല. എന്നാലും 26 പേരുടെ ജീവൻ നഷ്ടമായതിൽ 24 അതിശക്തമായ അതിമാരകമായ അടിയാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വാർത്ത വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് മസൂദ് അസർ അടക്കം ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാക്കളടക്കമുള്ളവരുടെ കുടുംബാംഗങ്ങളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ യാതൊരുവിധ കുറ്റബോധവും ഇന്ത്യ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തുകൊണ്ട് പ്രകടിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് അർഹിക്കുന്നുണ്ട്. കാരണം ഇതിന് കുടപിടിക്കുന്നതും കുടുംബാംഗങ്ങളടക്കം ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ യാതൊരു തരത്തിലുമുള്ള ഒരു മനസ്സലിവും ഇന്ത്യക്ക് ഇല്ലാത്തത് എന്നുള്ളത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ആക്രമണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യത്തിന് തന്നെ അഭിമാനമായൊരു തിരിച്ചടിയിൽ ഒന്നായി തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെ നമ്മൾ തിരിച്ചടി പല രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ സാധാരണഗതിയിൽ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു ആക്രമണത്തിനുള്ള മറുപടി എന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ സംഭവത്തിനുള്ള പുൽവാമയ്ക്കുള്ള മറുപടി, ഉറിയിൽ നടന്നതിനുള്ള മറുപടി, മുംബൈ ഭീകരാക്രമണത്തിനുള്ള മറുപടി, എന്നാൽ ഇപ്പോൾ അതെ മിലിറ്ററി അറ്റാക്ക് പോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ. എന്നാൽ ഇത് സർജിക്കൽ സ്ട്രൈക്കിലേക്കിനു അപ്പുറത്തേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ വാർത്താ സമ്മേളനം, അതിന് മുന്നോടിയായി മാധ്യമങ്ങളെ കാണുമെന്ന് രാവിലെ 10:30 കാണുമെന്ന് പറഞ്ഞിരുന്നു. അതിന് മുന്നോടിയായി ഒരു വീഡിയോ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇന്ത്യ അനുഭവിച്ചു പോരുന്ന ഭീകരവാദത്തിൻ്റെ ഇരയായി മാറുന്നതിൻ്റെ നേർചിത്രമാണ് അതിൽ കാണിച്ചത്. 2001 മുതൽ ഇപ്പോൾ ഈ 2025 വരെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ അതിൽ വളരെ വ്യക്തമായി ഓരോ വിഷയങ്ങളും എടുത്തു കാട്ടിയിട്ടുണ്ട്. അതിൽ എത്രയധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു എന്നുള്ളത്. ഏകദേശം 350-ലധികം സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടു. 600-ലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു. 600-ലധികം ജവാന്മാർ കൊല്ലപ്പെട്ടു, വീരമൃത്യു വരിക്കേണ്ടി വന്നു. 1200-ലധികം ജവാന്മാർക്ക് ഇപ്പോഴും പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം വലിയൊരു ഭീകരാക്രമണത്തിന് വിധേയരായിരിക്കുകയാണ്. ഒരു 2 പതിറ്റാണ്ട് കൊണ്ട് 1000-ലധികം ആളുകളെ നമുക്ക്, ജവാന്മാരെയും അതുപോലെ സാധാരണ ജനങ്ങളെയും ഒക്കെ തന്നെ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. ചെറിയൊരു കണക്കല്ല, 1-2 ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെയുള്ള കൃത്യമായൊരു മറുപടിയാണ് ഈ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ TRF ആണെന്ന് അവകാശവാദം ഏറ്റെടുത്തിരുന്നു. TRFന് പിന്നിൽ ലഷ്കറാണെന്ന് പറഞ്ഞിരുന്നു. ലഷ്കറിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ISI ആണെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇവർക്ക് മാത്രമല്ല നൽകിയിരിക്കുന്നത്. കൊടുത്തപ്പോൾ എല്ലാവർക്കും കൂട്ട് തന്നെയാണ് കൊടുത്തത്. നമ്മുടെ അവിടേക്ക് ഒരു ചൊല്ലുണ്ട്, കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് POKയിൽ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. വളരെ വ്യക്തമായൊരു കാര്യം പറയാൻ സാധിക്കും, ഇത് പാകിസ്ഥാൻ ചെയ്ത ഏറ്റവും വലിയൊരു അബദ്ധമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ കൈവശമുണ്ടായിരുന്ന POK, പാക് ഒക്കുപ്പൈഡ് കശ്മീർ, അത് ഇന്ത്യയുടെ ഭാഗമാകും, ഒരു സംശയവുമില്ല. കാരണം ഇതിനു മുൻപ് നമ്മൾ സിയാച്ചിൻ എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമായതെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ സിയാച്ചിൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. പക്ഷേ ലോകം തന്നെ കണ്ട ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു യുദ്ധത്തിലൂടെയാണ് സിയാച്ചിൻ നമുക്ക് പിടിച്ചെടുക്കാനായി സാധിച്ചത്. സിയാച്ചിൻ പിടിച്ചെടുത്തതിൻ്റെ കാരണവും പാകിസ്ഥാൻ ഇതുപോലെ തുടരുന്ന പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു. സമാനമായി തന്നെ POK, നമ്മൾ നേരത്തെ പാകിസ്ഥാൻ അടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പാകിസ്ഥാനെ എവിടെയൊക്കെ ആയിരിക്കും ഇന്ത്യ ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ കൃത്യമായി തന്നെ വിശകലനം ചെയ്തിരുന്നു. അന്ന് 5 സ്ഥലങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ സൈനിക ആസ്ഥാനം, അടുത്തതായിട്ട് ISIയുടെ ആസ്ഥാനം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 2 ഭീകരരുടെ വീടുകൾ. അതിൽ ഒന്ന് ലാഹോറിലാരുടെ ഹാഫിസ് സയ്യിദിൻ്റെ വീട്, മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപക നേതാവായിട്ടുള്ള മസൂദ് അസറിൻ്റെ സ്ഥലം. പിന്നെ പറഞ്ഞിരുന്ന 5ാമത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് ടെറർ ലോഞ്ച് പാഡുകൾ. ഈ ആക്രമണം നടത്തിയത് നമ്മൾ ഈ പറഞ്ഞ ടെറർ ലോഞ്ച് പാഡുകളിലാണ്. അതായത് ഹാഫിസ് സയ്യിദ് അല്ല, മസൂദ് അസറിനെയും അതുപോലെ തന്നെ ഈ ടെറർ ലോഞ്ച് പാഡുകളും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് POKയിൽ ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിൽ 100 കിലോമീറ്റർ വരെ അറിയപ്പെടുന്നത്. കാരണം അവിടെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ജംഗിൾ സർവൈവൽ, അതായത് വനത്തിനുള്ളിൽ എങ്ങനെ അതിജീവുക. നമ്മൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ ഭീകരർ ഇപ്പോഴും വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുക എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയും കാലം ഒളിച്ചിരിക്കാൻ പറ്റുന്നത്? അതിനുള്ള പ്രാക്ടീസ് കൊടുക്കുന്നത് ഇവിടെയാണ്. അതുപോലെ IED ഉപയോഗിക്കാനുള്ള പ്രാക്ടീസ് കൊടുക്കുന്നത് ഈ പറഞ്ഞ ഭീകര ക്യാമ്പുകളിലാണ്. ഏകദേശം 37-ലധികം ലോഞ്ച് പാഡുകൾ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. 17-ലധികം ട്രെയിനിങ് സെൻ്ററുകൾ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ 24 ക്യാമ്പുകളാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. 24 ക്യാമ്പുകൾ 25 മിനിറ്റ് നേരം കൊണ്ട്
24 മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിലംപരിശാക്കി. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇത്രയും കാലം തെളിവാണ് ചോദിച്ചത്. ഒരു സൈനിക ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ചിത്രീകരിച്ച് നടക്കാനായി സൈനികർക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. സാധാരണഗതിയിൽ വിശദമായ വിവരങ്ങൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ വളരെ രഹസ്യമായ കാര്യമായതുകൊണ്ട് പുറത്ത് മാധ്യമങ്ങൾക്കോ മറ്റുള്ളവർക്കോ കൊടുക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇത്തവണ ചെയ്തിരിക്കുന്നത് ഒരു ചോദ്യം പോലും ബാക്കി നിർത്താതെ ഏറ്റവും അവസാന വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി നൽകാൻ ഇപ്പോൾ സാധിക്കില്ല, ഇത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിനൊരു പരിസമാപ്തി ആയിട്ടല്ല, ഇത് ജസ്റ്റ് എ ബിഗിനിങ്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നോ മോർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇനി ഈ ഭീകരാക്രമണങ്ങളോ അറ്റാക്കുകളോ ഒന്നും സഹിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളത് വ്യക്തവും സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു വിഷയം ഈ 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓപ്പറേഷൻ ഇട്ട പേരാണ്, ഓപ്പറേഷൻ സിന്ദൂർ. നിരവധി ആളുകൾ ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ്. എന്നിരുന്നാൽ പോലും എന്തുകൊണ്ട് ഈ പേരിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരിൽ പോലും നമുക്ക് അഭിമാനിക്കാം. അതെ, അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. പേരെന്തുകൊണ്ട് ഇട്ടു എന്ന് ചോദിച്ചാൽ അതിലും പ്രത്യേകമായ ഒരു കാരണമുണ്ട്. എന്തെന്നാൽ ഭീകരർ തന്നെ ചോദിച്ചു വാങ്ങിയൊരു പേരാണ്. കാരണം നിരവധി അമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ ഒക്കെ തന്നെ വിധവകളാക്കി അവരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ, തിലകക്കുറി മായ്ച്ചു കളഞ്ഞ ആ ഭീകരർ ഏറ്റവും അവസാനം എന്നെയും കൂടെ കൊന്നൂടെ, എൻ്റെ ഭർത്താവിനെ കൊന്നതുപോലെ എന്നെയും കൊന്നൂടെ എന്ന് ഭീകരനോട് കേണപേക്ഷിച്ച് ചോദിക്കുമ്പോൾ, ആ നിസ്സഹായാവസ്ഥയിൽ ചോദിക്കുമ്പോൾ ഭീകരൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, നിങ്ങളെ ജീവനോടെ വെച്ചേക്കുന്ന എന്തിനാണ്, പോയി നിങ്ങളുടെ മോദിയോട് പറയാൻ വേണ്ടി. മോദിയോട് പറഞ്ഞു. മോദിയുടെ സഹോദരിമാർക്ക് പറ്റിയതിനുള്ള മറുപടി കൃത്യമായി കൊടുത്തു. അതിനുള്ള പേരും ഏകദേശം 4ഓളം, ദില്ലിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 4ഓളം പേരുകളാണ് തിരഞ്ഞെടുത്തത്. ആദ്യം ഇന്നലെ തിരക്കിട്ടുള്ള മീറ്റിങ്ങുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 4 പേരുകളിൽ ഏറ്റവും അനുയോജ്യമായ പേരായി മോദി പറഞ്ഞത് സിന്ദൂർ എന്നാണ്. സിന്ധിൽ തുടങ്ങി സിന്ദൂരത്തിൽ അവസാനിച്ച് നിൽക്കുന്നു. ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ആദ്യത്തെ അടി കൊടുത്തത്, നയതന്ത്രപരമായിട്ടുള്ള അടി കൊടുത്തത് നമുക്കറിയാം, സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അടി കൊടുത്തിന് സൈനികപരമായിട്ടുള്ള ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നത് സിന്ദൂരം മായ്ച്ചതിനുള്ള പ്രതികാരമായിട്ട് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ചിത്രം, സൈന്യം പുറത്ത് പങ്കുവച്ചിരിക്കുന്ന ചിത്രം തന്നെ കണ്ടാൽ വ്യക്തമായി അറിയാവുന്നതാണ് എന്തിനുള്ള മറുപടി എന്നുള്ളത്. അപ്പോൾ ഇത് പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്, സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടായി തന്നെയാണ് പറയേണ്ടത്. ഒന്നും തിരിച്ചു കിട്ടില്ല, എന്നിരുന്നാൽ പോലും ഒരു താൽക്കാലിക ആശ്വാസം, നീതി നിറവേറ്റപ്പെട്ടു എന്നുള്ള ഒരു സമാധാനമെങ്കിലും ആ കുടുംബാംഗങ്ങൾക്കുണ്ടാകും. 24-26 കുടുംബങ്ങൾക്ക് അങ്ങനെ ഒരു ആശ്വാസമെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് ഒരു വശം. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം 48 മണിക്കൂറിനിടയിൽ 2-3 തവണയായി NSA അജിത് ഡോവലുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. വ്യോമ നാവിക സേനാ മേധാവിമാരുമായിട്ട്, കരസേനാ മേധാവിയായിട്ടൊക്കെ തന്നെ മീറ്റിങ്ങുകൾ നടത്തിയിരുന്നു. അതിൽ കൃത്യമായി തന്നെ എങ്ങനെ ചെയ്യണം, ഈ സ്ട്രാറ്റജി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തിരുന്നു. റോയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഇന്റൽ റിപ്പോർട്ട്. ഏറ്റവും എടുത്തു പറയേണ്ട, ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റലിജൻസ് സംവിധാനം എന്ന് പറയുന്നത് കാരണം നമ്മുടെ രാജ്യത്തുള്ളൊരു വിഷയമല്ല. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മേഖലയിൽ നടക്കുന്നതും പാകിസ്ഥാനുള്ളിലുമായിട്ടുള്ള കൃത്യമായ സ്പോട്ടുകൾ, അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രിസിഷൻ ആക്രമണമാണ് അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യസമേതം ഇന്ത്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ എടുത്തു പറഞ്ഞത്, ഒരു പാകിസ്ഥാൻ മിലിറ്ററി ബേസുകളോ പാകിസ്ഥാൻ മേഖലകളോ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, തൊട്ടിട്ടില്ല. പാകിസ്ഥാൻ സിവിലിയൻസിനൊന്നും തന്നെ ഒരു കാഷ്വാലിറ്റിയും സംഭവിച്ചിട്ടില്ല. ഇതിൽ കൊളാറ്ററൽ ഡാമേജ് ആയി പറയാനായിട്ട് തന്നെ ഒന്നുമില്ല. സാധാരണ ഒരു യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ജനങ്ങൾക്ക് എന്തെങ്കിലും പറ്റി അത് കൊളാറ്ററൽ ഡാമേജ് എന്ന രീതിയിൽ പോകും. ഏതെങ്കിലും കെട്ടിടങ്ങൾ തകർന്നു കഴിഞ്ഞാൽ, ആശുപത്രികൾ തകർന്നു കഴിഞ്ഞാൽ, സ്ഥാപനങ്ങൾ തകർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൊളാറ്ററൽ ഡാമേജ് ആണ്. പക്ഷേ ഇത് കൃത്യമായി മാർക്ക് ചെയ്ത ആ ചിത്രം അത് ജനങ്ങളെ ഏവരും കണ്ടുവെന്നാണ് മറ്റുള്ള ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ വ്യത്യസ്തപ്പെടുത്തി നിർത്തുന്നത്. അതിപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് പലരും കമ്പയർ ചെയ്ത് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തായിരുന്നു, തൊട്ടടുത്ത രാത്രി തന്നെ തിരിച്ചടി കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നത്. ഇസ്രായേൽ തിരിച്ചടി കൊടുക്കുമ്പോൾ അവിടെ മറ്റു ജീവനൊന്നും നോക്കാം, എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെങ്കിലും ആക്രമിച്ചിട്ട് കാര്യമില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മസൂദ് അസറിന്റെ ബന്ധുക്കളും സഹോദരി അടക്കം 10 പേര് മരിച്ചുവെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് അവർ ഭവൽപൂരിലെ ഭീകര ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഭീകര ക്യാമ്പിന് നേരെയാണ് ആക്രമണം നടത്തിയത്. ഭീകര ക്യാമ്പിൽ എന്തായിരുന്നാലും സാധാരണ ജനങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇത് പതിറ്റാണ്ടുകളെടുത്ത് പാകിസ്ഥാൻ കെട്ടിപ്പടുത്തിയ ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. ഇപ്പോൾ ഒരു നിമിഷ നേരം കൊണ്ട്, കേവലം 25 മിനിറ്റ് കൊണ്ട്, സമയം കൃത്യമായി പറയുന്നു, 1:05 മുതൽ
1:30 വരെയുള്ള 25 മിനിറ്റ് സമയം കൊണ്ടാണ് ഇത് ചാമ്പലാക്കിയിട്ടുള്ളത്. ഇതിന് മുൻപും ശേഷമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ നിൽക്കുന്ന സ്ഥലം ഈ മിസൈൽ ആക്രമണത്തിന് ശേഷം നിലംപരിശായി മാറുകയാണ്. തരിശു ഭൂമി പോലെയാണ് കിടക്കുന്നത്. അത്രയധികം പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇന്ത്യക്ക് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി തന്നെയാണ് ഈ നീക്കം നടത്തിയതെന്നുള്ളതും മറ്റൊരു മനോഹരമായ വസ്തുതയാണ്. നമ്മുടെ ഇന്ത്യനെ കുറിച്ച് പറയുന്നുണ്ട്, പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാണക്കേടെന്ന് പറയുന്നത് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ തന്നെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് ഇന്ന്. കാരണം ഇന്ന് മോക്ക് ഡ്രില്ല് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറ്റുള്ള അവർക്കും കൂടെ പാകിസ്ഥാനോട് കൂടി ഇപ്പോൾ നിലവിൽ ഇന്ത്യ എന്താ പറയുക, ആദ്യം പരിഗണന കൊടുക്കുന്നത് അവിടുത്തെ പൗരന്മാരുടെ ഒരു സംരക്ഷണത്തിനാണ് എന്നുള്ളത് കൊണ്ട് അത് അവരുടെ ഒരു മനസ്സിലിങ്ങനെ പറയിപ്പിച്ചിട്ട് അതിനുശേഷം അറ്റാക്കിനായിട്ട് തെരഞ്ഞെടുത്തത് ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം നമ്മളടക്കം ഇന്ന് പറഞ്ഞിരുന്നു മോക്ക് ഡ്രില്ല് നടക്കും, ഇന്ന് വൈകുന്നേരത്തൊക്കെ തെരഞ്ഞെടുത്തപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇന്ന് മോക്ക് ഡ്രില്ല് നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അത് വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസം തന്നെയാണ് അറ്റാക്കും നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടി ഒരു സാഹചര്യത്തിൽ അതൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടതാണ്. സത്യം പറഞ്ഞാൽ പാകിസ്ഥാനെ കബളിപ്പിച്ചു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ഇനി കബളിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യ കളവൊന്നും പറഞ്ഞിട്ടില്ല, പറ്റിക്കാൻ വേണ്ടിയിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. മോക്ക് ഡ്രില്ല് പറഞ്ഞത് സ്വാഭാവികമായ ഒരു പരിപാടി തന്നെയാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല മേഖലകളിലും. നമ്മുടെ ജില്ലയിൽ അടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 240-ലധികം വരുന്ന ജില്ലകളിലായിട്ട് മോക്ക് ഡ്രിൽ നടത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിലും 14 ജില്ലകളിൽ സംഭവിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കാനാണ്. ഒരു വ്യോമാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ബങ്കറുകളിലേക്ക് പോവാം, എങ്ങനെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോവാം, നമുക്കിതൊന്നും ശീലമില്ലല്ലോ. ഇതിനു മുമ്പ് നടന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഈ മോക്ക് ഡ്രിൽ നടന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു കൊടുമ്പിരി കൊണ്ടുപോയത്. അതുപോലെ തന്നെ ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം, ഒരുപക്ഷെ സംഭവിക്കാതിരിക്കാമായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്കൊരിക്കലും യുദ്ധത്തിനോട് നമുക്ക് താല്പര്യമില്ല. നമുക്ക് തിരിച്ചടി നൽകിയാൽ മതി. പാകിസ്ഥാനിലേക്ക് ഒരു യുദ്ധവുമായി പോയിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് വളരെ നാണം കെട്ട ചരിത്രങ്ങളൊക്കെ തന്നെ. ഒരു 10-13 ദിവസം കൊണ്ട് 1,00,000-ലധികം സൈനികർ മുട്ടുമടക്കി കീഴടങ്ങിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വീണ്ടും പാകിസ്ഥാനെ ഇതുപോലെ 6,00,000-ലധികം വരുന്ന സൈനികരെ ഏത്തം പിടിപ്പിക്കേണ്ട ഒരു ആവശ്യകതയിലേക്കൊന്നും ഇന്ത്യക്ക് പോകേണ്ടതായിട്ടില്ല. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടത് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ്. ആ മറുപടി കൃത്യമായ സന്ദേശത്തിലൂടെ നൽകിയിട്ടുണ്ട്. ഭീകരരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. അതിൽ ഒരു നേട്ടവും കൈവരിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, ഇന്ത്യൻ കരസേന എക്സ് അക്കൗണ്ടിലൂടെ കൃത്യമായി ഞങ്ങൾ വരുന്നു എന്നുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞ് തൊട്ട് പിന്നാലെയാണ് ഈ ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. ഇത് പങ്കുവെച്ച് 1 മണിക്കൂറിനകം തന്നെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അടുത്തതായി കാണാൻ സാധിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള കാര്യം 1:44 അതിൻ്റെ പ്രസ്താവന പുറത്തിറങ്ങി. ഇന്ന് രാവിലെ വിശദമായി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് അതിനെ ബ്രീഫ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അമ്പേ പരാജയമാണ്, അതിനപ്പുറത്തേക്ക് പറയാനില്ല. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ വെച്ച് ഒരു നമ്മുടെ മിസൈലിൻ്റെ പരീക്ഷണങ്ങൾ, അതുപോലെ തുടച്ചു മിനുക്കൽ, ഇതൊക്കെ തന്നെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഡ്രില്ലുകൾ നടത്താറുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഒന്ന് തുടച്ചു മിനുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ എന്ത് ചെയ്തു, ഇത് നേരെ പാകിസ്ഥാനിലേക്ക് പോയി. ഇന്ത്യൻ അതിർത്തി കഴിഞ്ഞ് 100 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഗ്രാമത്തിൽ പോയി പതിച്ചിട്ട് പോലും പാകിസ്ഥാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണെന്നുള്ളത് ഇന്ത്യ നേരത്തെ അബദ്ധത്തിൽ പോലും ഇന്ത്യ എന്താക്കിയതാണ്, മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇതിൽ ചൈന കൊടുത്ത JF-17 വിമാനം പോലും പ്രവർത്തിച്ചില്ല എന്നുള്ള റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്. ഈ വിമാനത്തെ വെടിവെച്ചിട്ടു എന്നുള്ള അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട്. സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല. എന്നിരുന്നാലും അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യം പറഞ്ഞിരുന്ന ഒരു വിമാനം വെടിവെച്ചിട്ടു, അതിനുശേഷം 5-6 ആയി. അതൊക്കെ തന്നെ ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ റിപ്പോർട്ടുകൾ. ഏറ്റവും നാണം കെട്ടൊരു വസ്തുത എന്ന് പറയുമ്പോൾ, ആദ്യം ഈ ഒരു ആക്രമണം വന്നപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയെ വിളിച്ച്, ഖജ്വ ആസിഫിനെ വിളിച്ച് മാധ്യമപ്രവർത്തകർ കാര്യങ്ങൾ തിരക്കിയപ്പോൾ പറഞ്ഞെന്താണെന്നറിയും, ഇന്ത്യയുടെ റഫേലിനെ വെടിവെച്ചിട്ടു എന്നാണ്. ഇന്ത്യക്ക് അങ്ങനെ ഒരു റഫേൽ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടവും ഈ സംഭവം നേരിട്ട് കണ്ടു എന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾ ട്രോളുകളായിട്ടൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഷഹബാസ് ഷെരീഫ് രാത്രിയിൽ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റപ്പോൾ പുറത്ത് ഭയങ്കര വെടിക്കെട്ട് പോലെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം വിചാരിച്ചു പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് 1 മണിയായപ്പോഴേ നേരം വെളുത്തു. ഇങ്ങനെയൊക്കെയുള്ള ട്രോളുകളാണ് കേൾക്കുന്നത്. അതുപോലെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഈ മേഖലകളിലൊക്കെ ആക്രമണം നടത്തിയതിൻ്റെ
ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറാതെ നിരവധി സൈനികർ നിൽപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ സൈനികരെ ഒന്നും തന്നെ ലക്ഷ്യം വെച്ചിട്ടില്ല, ഇപ്പോൾ ഭീകരരെയാണ് ലക്ഷ്യം വെച്ചത്. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ നിരവധി സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ബലൂജ് നടത്തുന്ന ആക്രമണം, ബലൂജ് ലിബറേഷൻ ആർമി നടത്തുന്ന ആക്രമണത്തിലായിരുന്നാൽ പോലും പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അതിർത്തി കാക്കുന്ന സൈനികർ കൊല്ലപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരിക്കലും താങ്ങാൻ കഴിയാത്തൊരു വിഷയമാണ്. സാധാരണ ജനങ്ങൾ അവിടെ, സിവിലിയൻസ് അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർ ഈ സംഭവം നടക്കുമ്പോഴും മസൂദ് അസറിനെ ലാഹോറിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഹാഫിസ് സയ്യിദിന് വീടിനുള്ളിൽ തുരങ്കം ഉണ്ടാക്കി കൊടുക്കുന്നു, ഇരുമ്പ് അറകളുണ്ടാക്കി കൊടുക്കുന്നു. ഇതിൻ്റെ തിരക്കിലാണ്. ഭീകരരെ സംരക്ഷിക്കുക എന്നതല്ലാതെ മറ്റൊരു നടപടിയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ സംഭവിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജനങ്ങളുടെ ജീവന് വില കൊടുക്കുന്നില്ല, അവിടുത്തെ സൈനികരുടെ ജീവന് വില കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഭരണകൂടവും സൈനിക സംവിധാനവും നിലംപരിശാവാനായോ അധിക സമയം തന്നെ വേണ്ട എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ഇതിലൂടെ തന്നെ ഇന്ത്യ കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട് എന്നുള്ളതും കൂടെ പറയുന്നു. എന്ത് സന്ദേശം നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 70ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സൂചനയാണ്. ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വരുന്നേ ഉള്ളൂ. പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞതനുസരിച്ച് 35-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഇതുവരെയും റിക്കവർ ചെയ്തെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല, അത്ര ഭീകരാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 24 ക്യാമ്പുകളിൽ നിന്നും അവശിഷ്ടങ്ങൾ തപ്പിയും അതുപോലെ ആരൊക്കെയാണ് പോയത് എന്നുള്ളത് ഭീകർക്ക് പോലും അറിയാത്ത അവസ്ഥയാണ്. തങ്ങളുടെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നവരൊന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ തിരഞ്ഞു പിടിച്ചെടുക്കുമ്പോൾ കൃത്യമായ കണക്ക് പാകിസ്ഥാൻ്റെ പക്കൽ നിന്ന് പുറത്ത് വരില്ലെങ്കിൽ പോലും ഇന്ത്യക്ക് എന്തായിരുന്നാലും കൃത്യമായൊരു കണക്കുണ്ട്. അത് അധികം താമസിയാതെ തന്നെ നമുക്ക് കിട്ടും. മാത്രമല്ല ഇന്ന് അതിനൊക്കെയുള്ളൊരു മറുപടി മോദി പറയിപ്പിച്ചിരിക്കുന്നത് 2 ധീരവനിതകളെ കൊണ്ടാണ്. അതും കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഒന്ന് വിംഗ് കമാൻഡർ ആയിട്ടുള്ള വ്യോമിക സിംഗും അതുപോലെ കേണൽ സോഫിയ ഖുറേഷിയുമാണ് ഇന്ന് എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ അറ്റാക്ക് നടത്തി എന്നുള്ള കാര്യങ്ങൾ കൂടി ലോക രാജ്യങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതും നമുക്ക് ഏറെ അഭിമാനിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ. സ്ട്രാറ്റജി എന്താണെന്നുള്ളത് കേണൽ സോഫിയ ഖുറേഷി ഹിന്ദിയിൽ വിവരിച്ചു. ആദ്യം സോഫിയ ഖുറേഷി പറഞ്ഞു, തൊട്ടു പിറകെ ഇംഗ്ലീഷിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ ആര് പറയുന്നു? വ്യോമിക സിംഗ് പറയുന്നു. അതിനുശേഷം കേണൽ സോഫിയ ഖുറേഷി എവിടെയൊക്കെ ആക്രമിച്ചു, അവിടെ ആക്രമിച്ചതിൻ്റെ കാരണമെന്ത്, അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു വിഷയമെന്ന് പറയുന്നത്, അതിൽ മക്സർ അക്സ എന്ന് പറയുന്ന മേഖലയിൽ അവിടെയാണെന്ന് തോന്നുന്നു, ആ മേഖലയിലെ ക്യാമ്പ് നശിപ്പിച്ചപ്പോൾ അതിനൊപ്പം തന്നെ എടുത്ത് പറഞ്ഞൊരു വിഷയമുണ്ട്. ഇവിടെയാണ് അജ്മൽ കസബിനെയും അതുപോലെ ഡെഡ്ലി കോൾമാനെയും ഒക്കെ തന്നെ പരിശീലിപ്പിച്ചത്. അതായത് 2008 മുംബൈ ഭീകരാക്രമണത്തിലെ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിലെ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ട, അതിൽ പരിശീലനം കൊടുത്ത ക്യാമ്പാണെന്ന് തകർത്തിരിക്കുന്നത്. ഇത്രയും കാലം നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പരാമർശിച്ചത്, ഇത് ഒരിക്കലും പഹൽഗാമിന്റെ തിരിച്ചടിയല്ല, ഇത് ഇന്ന് വരെ ഇന്ത്യയോട് ചെയ്തിട്ടുള്ള നെറുകെട്ട കളിക്കുള്ള തിരിച്ചടി തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതിനുള്ള തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ജെയ്ഷെ ഇത്തവണ ടാർഗറ്റ് ചെയ്തു? ജെയ്ഷെയൊക്കെ ഹിറ്റ് ലിസ്റ്റിൽ പണ്ടേ ഉള്ളതാണ്, നമുക്കൊരു അവസരം കിട്ടാഞ്ഞിട്ടാണ്. ഞാനിന്നൊരു റിട്ടയർഡ് കേണലിനോട് സംസാരിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഏറെക്കാലം ഈ യുദ്ധസമയത്തൊക്കെ തന്നെ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഇത്രയും കാലത്തിനിടയിൽ സൈന്യത്തിന് ഇത്രയും അധികം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത ഒരു ഭരണകാലയളവ് ഉണ്ടായിരുന്നില്ല. കാര്യം അതിർത്തിയിൽ ഇപ്പോൾ ഷെല്ലാക്രമണമൊക്കെ നിരന്തരം നടക്കുന്നൊരു സംഭവമാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാൻ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കും. പാകിസ്ഥാൻ പ്രകോപിപ്പിക്കുന്നതിൻ്റെ കാരണം പാകിസ്ഥാൻ ഒന്നും ചെയ്യില്ല, അവർക്ക് ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഒരു ടെൻഷൻ രൂപപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുപോകും. ഇന്ത്യ എന്തായിരുന്നാലും കയറി അടിക്കില്ല എന്നുള്ളതറിയാം. ഇന്ത്യക്ക് നോവാതെ ഇന്ത്യ എന്ത് ചെയ്യത്തില്ല, തിരിച്ചടി മാരകമായി കൊടുക്കില്ല. ഏതെങ്കിലും ജീവൻ പൊലിയണം, അല്ലെങ്കിൽ വലിയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാകണം. ഈ ഷെല്ലാക്രമണം നടത്തിയെന്ന് വെച്ചിട്ട് ആർക്കും കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, വലിയ തോതിൽ തിരിച്ചടിയൊന്നും ഉണ്ടാവത്തില്ല. എന്നാൽ ഒരു ഷെല്ലാക്രമണം ഉണ്ടായി എന്തെങ്കിലും സംഭവിച്ചാൽ പോലും പണ്ട് കാലത്ത് സൈനികർക്ക് തോക്കെടുക്കണമെങ്കിൽ തന്നെ ഡൽഹിയിലേക്ക് വിളിച്ചു പറഞ്ഞ് അനുവാദം മേടിക്കണമായിരുന്നു. എന്നാൽ ഇന്ന് ആ സാഹചര്യം ഒക്കെ തന്നെ മാറി. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ലോക്കൽ സൈനിക ഉദ്യോഗസ്ഥന്മാർ, അതായത് ചെറിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും സ്വയം തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു അധികാരം കിട്ടിയിരിക്കുകയാണ്. പട്ടാളത്തിനൊരു അധികാരം കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എത്രത്തോളം ശക്തമായ ഇന്ത്യൻ സേനയ്ക്ക് തിരിച്ചടിക്കാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. 3 സേനകളോടും പ്രധാനമന്ത്രി പറഞ്ഞത്, നിങ്ങൾക്ക് തീരുമാനിക്കാം, പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്നു എന്നാണ്. സമയം, ആക്രമണത്തിൻ്റെ രീതി, പ്രഹരശേഷി, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്ന് ആ ബ്രീഫിങ്ങിനിടയിൽ ആ 2 സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്ത് ആ ഒരു സന്തോഷവും ആ ഒരു അഭിമാനവും ആ ഒരു നിശ്ചയദാർഢ്യവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരെ അവതരിപ്പിച്ചതിൻ്റെ കാര്യവും വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതാണ്. സിന്ദൂരം വായിക്കാനായി നോക്കിയ തന്ത്രങ്ങളൊന്നും തന്നെ അവിടെ വിലപ്പോയില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് അതിലൂടെ നൽകിയിരിക്കുന്നത്.